മനസാക്ഷിയുടെ കോടതി, സ്വന്തം മനസാക്ഷിയുടെ കോടതി. ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് എന്നോട് തന്നെ ബോധ്യപ്പെടുത്താനാവുന്ന ഒരു കോടതി ഉള്ളിൽ വർക്ക് ചെയ്യുന്നു എന്നത് ഇവരുടെ ഉമ്മൻചാണ്ടി എന്നുള്ള മഹാനായ നേതാവിന് അതെപ്പോഴും അദ്ദേഹം പറയുമായിരുന്നു, മാധ്യമങ്ങളോടെല്ലാം പറയുമായിരുന്നു. ജനങ്ങളുടെ കോടതിയിലാണ് ഞാൻ മറുപടി പറയേണ്ടതെന്ന് കെ കരുണാകരൻ തൊട്ട് ഇങ്ങോട്ട് എല്ലാവരും ആളുകളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഇയാളിപ്പോൾ ആവശ്യം വന്നപ്പോൾ പരാതി പോലും ഇല്ലാതെ, നിയമപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കാതെ, പരാതി വരില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട്, നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് RDX അയാൾ പരാതി വരില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയിട്ട് എല്ലാ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നേരത്തെ ഹർഷം പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഒരു ഭാഗത്ത് നിന്ന് 25,000 ആളുകളായിട്ട് നിന്നിട്ട് മുഴുവൻ ആളുകളെയും തെറിവിളിക്കുമ്പോൾ ആളുകൾ പരാതിയായിട്ട് വരില്ല. അപ്പോൾ ഈ രാഷ്ട്രീയമായ കോടതിയിൽ, മനസാക്ഷിയുടെ കോടതിയിൽ, ജനങ്ങളുടെ കോടതിയിൽ ഇതൊക്കെ ശരിയാണോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിട്ടുകള. അയാൾ ഈ നമ്മൾ വിചാരിക്കുന്ന ചർച്ചകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ അയാൾ വിട്ടുകളയാ. പക്ഷെ മറ്റ് രാഷ്ട്രീയ കോൺഗ്രസ് നേതാക്കൾ അത് ആലോചിക്കണം. ഞങ്ങളുടെ പാർട്ടി ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട 3-4 ദേശീയ പാർട്ടികളിൽ, 3-4 ദേശീയ പാർട്ടികളിൽ കോൺഗ്രസിനാണ് ദേശീയ തലത്തിൽ ഉന്നതമായ സ്ഥലത്ത് സ്ത്രീകളിരിക്കുന്ന, നേതൃസ്ഥാനത്ത് സ്ത്രീകളിരിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. CPM-നോ BJP-ക്കോ ഏറ്റവും നേതൃസ്ഥാനത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവർക്കുണ്ട്. അവർ അമ്മയും മകളുമാണ്, സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. അവർ കേരളവുമായി കണക്റ്റഡ് ആണ്. പ്രിയങ്ക ഗാന്ധി ഇവിടുത്തെ MP ആണ്. ഈ സ്ത്രീകളിരിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇത്രമാത്രം സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹൂ കേസ് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് പോകാൻ പറ്റിയേക്കും. ഈ കെ മുരളീധരനും VK ശ്രീകണ്ഠനും സണ്ണി ജോസഫിനും VD സതീശനും KC വേണുഗോപാലിനും ഒക്കെ പറ്റുമോ? KC വേണുഗോപാലിന് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ KC വേണുഗോപാലിൻ്റെ ഭാര്യയാണ് ഈ വിഷയത്തിൽ ആദ്യമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ട് ഇത് കണ്ട് ഞെട്ടലുണ്ടായിട്ട് ഒളിച്ചു വെക്കാൻ പറ്റാത്ത വിധം ഒരു ഞെട്ടൽ രേഖപ്പെടുത്തിയ ആൾ KC വേണുഗോപാലാണ്. അതായത് അദ്ദേഹത്തിന് നേർക്കുനേർ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു സ്ത്രീകളുടെ വികാരങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഷോക്ക് അറിയാവുന്ന ഒരു സ്ത്രീ സ്വന്തം വീട്ടിൽ തന്നെ ആ ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ട് അതേക്കുറിച്ച് പരിഗണനയില്ലാതെ ഇയാളെ സംരക്ഷിക്കുന്നു എന്നതിന് നമുക്ക് തെളിവൊന്നുമില്ല. ആളുകൾ പറഞ്ഞു കേട്ടാണ് ഞാൻ പറയുന്നത്. ഇയാളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ KC വേണമല്ലോ ഒരു പക്ഷേ പറ്റിയേക്കും. പക്ഷേ ഈ മറ്റ് നേതാക്കൾക്ക് എങ്ങനെയാണ് പറ്റുന്നത്? VD സതീശന് മാത്രം, മറ്റെന്തൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ നമ്മൾ ഉന്നയിച്ചോട്ടെ, VD സതീശന് മാത്രം അദ്ദേഹം വളരെ സ്റ്റേബിളായിട്ട് അവിടെ നിൽക്കുകയാണ്.